സഭയ്ക്കെതിരെ വ്യാജ വാർത്തയുമായി വീണ്ടും മുഖ്യധാര മാധ്യമങ്ങൾ. തലശ്ശേരി അതിരൂപത ഡിസംബറിൽ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ഉത്തര മലബാർ കർഷക സംഗമത്തിന് വോളണ്ടിയർമാരായി സേവനം ചെയ്യാൻ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനെ സഭ പ്രത്യേക സേന രൂപീകരിക്കുന്നു എന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്താണ് ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. ഇല്ലാത്ത വാർത്ത കെട്ടിച്ചമച്ചത് പത്രധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണെന്ന് തലശ്ശേരി അതിരൂപത അറിയിച്ചു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഉത്തര മലബാർ മേഖലയിൽ കർഷക പ്രക്ഷോഭം സംഘടിപ്പിച്ചു വരികയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ കർഷകരും സ്വതന്ത്ര കർഷക പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചാണ് പരിപാടികൾ നടത്തിയിരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 13-ന് 200 ഗ്രാമങ്ങളിൽ 2.5 ലക്ഷത്തോളം കർഷകർ പങ്കെടുത്ത കണ്ണീർ ചങ്ങലയോടെയാണ് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഡിസംബർ 9-ന് കണ്ണൂരിൽ 10,000-ങ്ങളെ പങ്കെടുപ്പിച്ച് കർഷക സംഗമവും നടത്താൻ തീരുമാനിച്ചിരുന്നു. ഈ പരിപാടിക്കായി നേരത്തെ തന്നെ ഒരുക്കവും രൂപതാ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി രൂപീകരിച്ച കമ്മിറ്റികൾ ഒന്നിനെയാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തയാക്കിയത്. സംഗമത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി സമ്മേളനം സുഗമമായി നടത്തുന്നതിനായി വിരമിച്ച പട്ടാളക്കാരും പോലീസുകാരും ഉൾപ്പെടുന്ന വോളണ്ടിയർ കമ്മിറ്റി ഗബ്രിയേൽ സേന എന്ന പേരിലാണ് രൂപീകരിച്ചത്. അച്ചടക്കത്തോടെയും പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കാതെയും സംഗമം സംഘടിപ്പിക്കാനാണ് ഈ സന്നദ്ധ സേവന സംഘം രൂപീകരിച്ചത്. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം വാർത്തയാക്കിയത്. കേരള സഭയോ തലശ്ശേരി അതിരൂപതയോ വാർത്തയിൽ പറയുന്ന ഒരു സേനയും രൂപീകരിക്കുന്നില്ലെന്ന് സംഗമത്തിലെ ഗബ്രിയേൽ സേനയുടെ ഡയറക്ടറായ ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ പറഞ്ഞു. ഡിസംബർ 9-നുള്ള കർഷക മഹാസംഗമത്തിൻ്റെ വിവിധ കമ്മിറ്റികളിലെ ഒരു കമ്മിറ്റി മാത്രമാണ് ഈ വോളണ്ടിയർ സേന. അതിനാണ് ഗബ്രിയേൽ ആർമി, മാലാഹ്യമാരെ പോലെ നന്നായി പെരുമാറണമെന്ന് ധ്വനി കൊടുത്തുകൊണ്ട് ഗബ്രിയേൽ ആർമി എന്ന് കൊടുത്തത്. അത് ആ ഒരു സംഭവത്തിന് വേണ്ടി മലബാറിൽ മാത്രം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രം ഒരുക്കുന്ന ഒരു വോളണ്ടിയർ സേനയാണ്. ഇതിന് കേരള സഭയുമായിട്ടോ മറ്റ് മെത്രാന്മാരുമായിട്ടോ ഒരു ബന്ധവുമില്ല. ഉത്തര മലബാർ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉദ്ഘാടിക്കുന്ന ഈ വോളണ്ടിയർ സേനയെ തെറ്റിദ്ധരിച്ച് സഭ സേനയുണ്ടാക്കാൻ പോകുന്ന രീതിയിൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം തികച്ചും വളച്ചൊടിച്ച വാർത്തയാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വാർത്ത നൽകിയ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം മാധ്യമധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ചെയ്തതെന്ന് തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. ജനനന്മയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു മുന്നേറ്റത്തിന്റെ നന്മകളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാതെ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ബന്ധിപ്പിച്ച് സത്യവിരുദ്ധമായ വാർത്ത നൽകിയതിനെതിരെ നടപടി വേണമെന്നും തലശ്ശേരി അതിരൂപത ആവശ്യപ്പെട്ടു. നേരത്തെ ഓണക്കുർബാനയുടെ പേരിൽ തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനിയുടെ പേരിൽ ഇന്ത്യൻ എക്സ്പ്രസ് വ്യാജ വാർത്ത നൽകിയത് വിവാദമായിരുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.